എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ നമസ്കാരം. 25 നോമ്പിനോട് ചേർന്ന് ഇപ്രകാരം വടശ്ശേരിക്കര സെൻറ്റർ മാർത്തോമ യുവജന സെക്രട്ടറി ചെയ്യുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സഭയ്ക്ക് 5 നോമ്പുകളാണുള്ളത്. 3 നോമ്പ്, 50 നോമ്പ്, സ്ലീഹ നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്. ഇപ്രകാരമുള്ള ഈ നോമ്പുകളിലൂടെ ക്രിസ്തു ഭക്തരായി ക്രിസ്തു വിശ്വാസത്തിൽ പദമൂന്നി മുന്നേറുന്നതിന് സഭ ക്രമീകരിച്ചു എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് കാലയളവിലെ നോമ്പിന് ആഗമനകാലം എന്ന് പറയാറുണ്ട്, സുവാർത്താകാലം എന്ന് പറയാറുണ്ട്. സദ്വർത്തമാനം ലോകത്തോട് ഘോഷിപ്പാൻ ദൈവം സഭയെ ആക്കിയിരിക്കുന്നു. മാർത്തോമ യുവജന സംഘത്തിന് അതിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. യൗവനക്കാരായ നിങ്ങൾ ഈ ക്രിസ്തു വിശ്വാസത്തിൽ പദമൂന്നി നിൽക്കുന്നവരായിരിക്കണം, സഭാവിശ്വാസത്തിൽ മുന്നേറുന്നവരായിരിക്കണം. നമ്മുടെ ആരാധനക്രമത്തിൽ പറയുന്ന പ്രാർത്ഥന നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനും വിശുദ്ധിയുള്ള തൻ്റെ റൂഹായുടെയും തിരുവിഷ്ടത്താൽ ഉദിച്ച് തൻ്റെ കൃപയാൽ വെളിപ്പെടുവാൻ പ്രസാദം തോന്നിയവനും തൻ്റെ നിത്യതയിൽ അദൃശ്യനായി തൻ്റെ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനും ലോകങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നവനും തൻ്റെ സൃഷ്ടിയുടെ അടുക്കിലേക്കും ഇറങ്ങി വന്നവനായി സൃഷ്ടികളേക്കാൾ വലിയവനും തൻ്റെ മാതാവിൻ്റെ മടിയിൽ കാണപ്പെട്ട അശരീരിയും ആത്മീയനും തൻ്റെ മനുഷ്യസ്നേഹത്താൽ ജനിപ്പാൻ വന്നവനായി ലോകങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നവനും തൻ്റെ പൂർണ്ണതയാൽ സകലത്തെയും ഐശ്വര്യമാക്കുന്നവനുമായ പരിപൂർണനുമായ അദൃശ്യനായ ശിശുവിന് സ്തുതി. ആകയാൽ അത്ഭുത ശിശുവായുള്ളവയെ, പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നുണ്ടായ മഹത്വമുള്ള നിൻ്റെ ജനനത്തിൻ്റെ ഈ ദിവസത്തിൽ പരിശുദ്ധമായ നിൻ്റെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയാൽ നിൻ്റെ കാരുണ്യത്തോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ വിസ്മയകരമായ നിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സത്യമുള്ള അറിവിനെയും ഉത്സാഹമായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിൻ്റെ ജഡധാരണത്താൽ ക്രമമായ സ്തോത്രത്തെയും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സകല വ്യാകുലതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായ വീണ്ടെടുപ്പും നൽകണമേ. അനുഗ്രഹീതമായ പ്രാർത്ഥനാക്രമമാണ് നമുക്കുള്ളത്. അതിനകത്തെല്ലാം ക്രിസ്തു ചരിതം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യമറിയാവിനും പരിശുദ്ധ ജോസഫിനും ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പേരിനൊരർത്ഥമുണ്ട്, പേരിനൊരു രഹസ്യമുണ്ട്. എന്താണ് ദൈവിക ഉദ്ദേശം മുഴുവൻ ആ പേരിൽ അടങ്ങിയിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് യേശു എന്നും പാപത്തിൽ നിന്ന് വിടുതൽ തരുന്ന രക്ഷകനാണ്. എക്കാലത്തും എല്ലാവർക്കും. പാപത്തിൻ്റെ ഫലമാണ് മരണം. അതുകൊണ്ട് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശുവെ രക്ഷക. യേശുദാസിന് നല്ലൊരു പാട്ടുണ്ട്, യേശുവെ രക്ഷക. അവിടുന്ന് എല്ലാവർക്കും രക്ഷകനായിരിക്കുന്നു. ഈ രക്ഷകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാലമായിരിക്കണം ക്രിസ്മസ്. ആദ്യം സ്വയം മനസ്സിലാക്കണം, ദൈവം മനുഷ്യനായി അവതരിച്ച ഈ യേശു, ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ് യേശു. ആ യേശുവിൽ വിളങ്ങിക്കണ്ട ദൈവ സ്നേഹത്തെ പ്രചരിപ്പിക്കുന്നതിനും പ്രഘോഷിപ്പിക്കുന്നതിനും യൗവനക്കാരായ മക്കളെ നിങ്ങൾ ഉത്സാഹിക്കണം, ബലപ്പെടുത്തണം. നല്ല ഉറപ്പുള്ള ക്രൈസ്തവരായി, നല്ല ഉറപ്പുള്ള സഭാമക്കളായി, ക്രിസ്തു മക്കളായി വളർന്ന് സാക്ഷ്യം നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. നിങ്ങളുടെ ശാഖകൾ, നിങ്ങളുടെ ഇടവക, നിങ്ങളുടെ സഭ, ദൈവത്തിൻ്റെ സഭ അതൊന്നായി നിലനിന്ന് വർദ്ധിച്ചു വരുവാൻ, വിശ്വാസം കുറഞ്ഞു വരുന്ന ഈ കാലത്തിൽ അതിശക്തിയോടുകൂടെ പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക് ഈ ക്രിസ്മസും അതിൻ്റെ ആചരണവും ഭക്തിയും വിശ്വാസവും വർദ്ധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം വാത്സല്യമുള്ള മക്കളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈ തിരുപ്പിറവിയുടെ അനുഗ്രഹവും പുതുവർഷത്തിന് സന്തോഷം നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.